Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. I believe you're all doing well. 46-ാം സങ്കീർത്തനം 10-ാം വാക്യം വായിക്കുമ്പോൾ When we read Psalm 46 verse 10, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. it says, "Be still and know that I am God." Experience God intimately. ദൈവത്തെ ആഴമായി അനുഭവിക്കുക. എങ്ങനെ നമുക്ക് ദൈവത്തെ ആഴമായി അനുഭവിക്കുവാൻ കഴിയും? How is it possible for us to experience God intimately? യേശുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ വചന ധ്യാനം, പ്രയർ ലൈഫ്, ഇതെല്ലാം ബിൽഡ് ചെയ്യുമ്പോൾ യേശുവിനെ അധികമായി ടേസ്റ്റ് ചെയ്യാൻ, രുചിച്ചറിയുവാൻ ഇടയായിത്തീരും. When we spend time with God, when we read the word and when we pray, all these activities enable us to experience Jesus intimately. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ മിണ്ടാതിരുന്ന ദൈവം ഒന്ന് അറിഞ്ഞുകൊള്ളയാണ്. In our life, we must be still and be quiet with God and experience God. ചില വ്യക്തികൾ നമ്മളെ ദുഷിക്കുകയും ചില വ്യക്തികൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. There are situations where people try to attack us and criticize us and destroy us. എന്നാൽ ചില സമയത്ത് നാം മൗനമായിരിക്കണം. However, in some situations, we have to learn to be quiet. ആ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് അത്ഭുതം ചെയ്യും. In those times, the Lord will rise up for us and do miracles for us. നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ വാ തുറക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയില്ല. When you open your mouth and defend yourself, the work of God will not happen there. നാം മൗനമായി ഇരുന്ന ദൈവസന്നിധിയിൽ വിഷയങ്ങൾ വിട്ടുകൊടുക്കണം. We must be quiet and surrender things into the presence of God. ആ സമയത്ത് ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ നമ്മളിൽ നടക്കുവാനിടയാകും. At that time, when we surrender into God's presence, the mighty works of God will happen on our behalf. മിണ്ടാതിരുന്ന് നമ്മുടെ ദൈവം ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളയാണ്. We must be still, be quiet, and know that our Lord is God. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ദൈവം ആരാണ്? Who is our God? അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. He is the one who does miracles for us. അവൻ നമുക്ക് വേണ്ടി മിറക്കിളുകൾ ചെയ്യുന്നവൻ. He does miracles for us. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യുത്തരങ്ങൾ പറയണം എന്ന് ചിന്തിച്ചിരിക്കുന്നതിൽ നിങ്ങളൊന്നും പറയണ്ട, പ്രതികാരം ചെയ്യണ്ട. നിങ്ങൾ മൗനമായതുകൊണ്ട് നിങ്ങൾ തോറ്റുപോകത്തില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ കർത്താവുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. In your life, there are some situations where you are thinking that you must defend yourself, that you must take revenge, that you must talk to the other person and prove them wrong. However, you don't need to do that. When you keep quiet and trust God, the Lord will stand for you. എല്ലാ റിവഞ്ചുകളും വിട്ടുകളയുക. Leave all the revenges. നമ്മുടെ ദൈവം ആരാണ്? Who is our God? അവൻ നിങ്ങളുടെ പക്ഷത്തുണ്ട്. He is on your side. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. He will do miracles for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. പ്രതികാര ചിന്തകളെ വിട്ടുകളയാൻ ദൈവാത്മാവ് ഓർപ്പിക്കണം. The Holy Spirit is reminding you to throw away all revengeful നിങ്ങൾ ഈ attitudes. വചനത്തിന് വിധേയപ്പെടുക. You must surrender to the word of ഈ God. വചനത്തിന് വിധേയപ്പെടുമ്പോൾ ഈ വചനം ആമേൻ ശത്രുവിന്റെ മുൻപിൽ നിങ്ങളെ മാനിക്കാൻ പോകും. When you surrender to the word of God, this word will honor you in front of your enemies. ഇപ്പോൾ നിങ്ങളുടെ പക്ഷത്താരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കെന്ന് തോന്നും. ആ ശത്രുവിന്റെ പക്ഷത്ത് ധാരാളം പേരുണ്ട്. സാരമില്ല, സകലവും ചെയ്യാൻ കഴിവുള്ള യേശു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. Currently, it may look like you are alone. There are so many people on your enemy's side. However, there may be nobody on your side. But don't worry, the Lord is on your side and He is able to vindicate you. കർത്താവേ, ജനത്തെ ബ്ലസ് ചെയ്ത് Lord, I bless these people. ഈ ജനത്തോട് ഒപ്പം അങ്ങ് സഞ്ചരിക്കണമേ. Lord, travel along with these people. ഇപ്പോൾ അവരനുഭവിക്കുന്ന ചില വ്യഥകൾ മാറ്റണമേ. Lord, the problems they are experiencing right now, I pray to deliver them. യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയി ചില വലിയ പ്രശ്നത്തിലായിരിക്കുന്നു. അവർക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി യഹോവ ചിലത് സംസാരിക്കാൻ പോകുന്നു.
There is a family watching me right now on this YouTube channel, and there are some property related issues, some difficulties you're facing. You're unable to do anything. However, the Lord is saying that He's going to bring a solution to your problems. നിങ്ങളുടെ പ്രോപ്പർട്ടിയിലൂടെ ഒരു വഴി വെട്ടുന്നതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ ചില പ്രയാസത്തിലായിരിക്കുന്നു. You are experiencing some trouble where you are having some difficulty related to the ways attached to your property. കർത്താവ് സഹായിക്കണമേ. But the Lord will help you. അത്ഭുതം ചെയ്യണം. Lord, do a miracle. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. സെപ്റ്റംബർ മാസം 6, 7 ഈ തീയതികളിൽ കാനഡയിൽ കിച്ചഡയർ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഈ പ്രൊഫറ്റിക്കൽ കോൺഫറൻസിൽ നിങ്ങളേവരും വന്ന് സംബന്ധിക്കണം. മറക്കരുത്. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. കാനഡയിലെ ഉണർവിന് നിങ്ങൾ സാക്ഷികളായി തീരട്ടെ. ആമേൻ. On September 6th and 7th, we are having a Melech prophetical conference in Canada in a place called Kitchener. I encourage you all to come, pray and attend. Be a witness for the revival that the Lord is going to bring to Canada. ആമേൻ. Amen.